അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം രചിച്ച കൃതിയാണ് 1921 പോരാളികൾ വരച്ച ദേശഭൂപടങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ സീരീസിലേക്ക് കടക്കുകയാണ്, പാഠപുസ്തകം സീരീസ്. മലയാളം പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ PSC പരീക്ഷയിലെ ആവർത്തിത ചോദ്യങ്ങളാണ്. അപ്പോൾ പാഠപുസ്തകത്തെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, അല്ലെങ്കിൽ പാഠപുസ്തകത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സീരീസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പാഠപുസ്തകത്തിലെ അധ്യാപകരെ കുറിച്ചാണ്. പാഠപുസ്തകത്തിലെ എഴുത്തുകാരെ കുറിച്ചാണ്. പാഠപുസ്തകത്തിലെ എഴുത്തുകാരെ കുറിച്ച് മുൻപ് PSC പരീക്ഷയിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, അത് നമുക്കിന്ന് ചർച്ച ചെയ്യാം എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ എടുക്കുന്നത് 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ 4 യൂണിറ്റുകളാണുള്ളത്. അതിലെ ആദ്യത്തെ 2 യൂണിറ്റുകളാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അപ്പോൾ ആ 2 യൂണിറ്റിൽ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന എഴുത്തുകാർ ആരൊക്കെയാണ്, അവരുടെ സാഹിത്യ സംഭാവനകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പരിശോധിക്കാം. ഇങ്ങനെ നമ്മൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകം, ചിലപ്പോൾ +2 വരെയുള്ള പാഠപുസ്തകം ഇത്തരത്തിൽ പരിഗണിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാഠപുസ്തകം സീരീസിന്റെ 1ാമത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കിക്കേ, 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ മലയാളത്തിലെ 4 യൂണിറ്റുകളാണുള്ളത്. 5 യൂണിറ്റുകളാണുള്ളത്. ഏതൊക്കെയാണ്? ഇനി ഞാൻ ഉണർന്നിരിക്കാം, വായിക്കുന്നു ഭൂമിക്ക് വർണ്ണങ്ങൾ, അന്യജീവനുതകി സ്വജീവിതം, കാലം ദർശിച്ച രസാനുഭൂതികൾ, അതുപോലെ അവസാനമായിട്ട് കലതൻ കാന്തി തട്ടുമ്പോൾ. ഇങ്ങനെ 5 യൂണിറ്റുകളാണ് എവിടെയുള്ളത്? നമ്മുടെ 8ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിൽ ഉള്ളത്. അതിൽ ആദ്യത്തെ 1ാമത്തെ യൂണിറ്റിന്റെ പേരെന്താണ്? ഇനി ഞാൻ ഉണർന്നിരിക്കാം എന്നാണ്. അതിൽ തന്നെ 3 അധ്യായങ്ങളാണ് പഠിക്കാനുള്ളത്. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗം, രാമപുരത്തു വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗം, അതിന് പേര് കൊടുത്തിരിക്കുന്നത് സാന്ദ്ര സൗഹൃദം എന്നാണ്. മറ്റൊരു അധ്യായം പഠിക്കാനുള്ളത് അമ്മമ്മ എന്നാണ്. അത് P. സുരേന്ദ്രന്റെ ഇലഞ്ഞിപ്പൂ മണമുള്ള നാട്ടുവഴികൾ എന്ന ഓർമ്മക്കുറിപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് അമ്മമ്മ. അതുപോലെ EV കൃഷ്ണപിള്ളയുടെ ചിരിയും ചിന്തയും എന്ന പ്രബന്ധത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വഴിയാത്ര എന്ന ഭാഗവുമാണ് 1ാമത്തെ യൂണിറ്റ് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആരെക്കുറിച്ചൊക്കെ പഠിക്കണം? രാമപുരത്തു വാര്യര്, P. സുരേന്ദ്രൻ, EV കൃഷ്ണപിള്ള. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ചർച്ച ഇവരെ കുറിച്ചാകട്ടെ. ആദ്യമായി രാമപുരത്തു വാര്യര്. നമുക്കറിയാവുന്നതാണ്, ഒരുപാട് ചോദ്യങ്ങൾ വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന നിലയ്ക്ക് മുതലുള്ള ചോദ്യങ്ങൾ രാമപുരത്തു വാര്യരെ കുറിച്ച് PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് സാമാന്യമായിട്ട് രാമപുരത്തു വാര്യരെ ഒന്ന് പരിചയപ്പെടാം. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന ഒരൊറ്റ കാവ്യം കൊണ്ട് മലയാള സാഹിത്യത്തിൽ ശാശ്വതവും സമുന്നതവുമായ സ്ഥാനം നേടിയ കവിയാണ് രാമപുരത്തു വാര്യർ. മാർത്താണ്ഡവർമ്മയുടെ ആശ്രിതനായിരുന്നു അദ്ദേഹം. വേണമെങ്കിൽ പരീക്ഷയ്ക്ക് എങ്ങനെയും ചോദ്യം വരാം, ആരുടെ നിർദ്ദേശപ്രകാരമാണ് രാമപുരത്തു വാര്യര് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയത് എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഉത്തരം മാർത്താണ്ഡവർമ്മയാണ്. അത് വഴിയേ പറയാം. രാമപുരത്തു വാര്യരെ കുറിച്ച് മറ്റ് പഴയ കേരളീയ എഴുത്തുകാരെ കുറിച്ചുള്ളതുപോലെ നിരവധി ഐതിഹ്യങ്ങളുണ്ട്. അവയിൽ ഒന്നാണ് തിരുവനന്തപുരത്തേക്ക് മടങ്ങവേ രാജാവിന്റെ ആവശ്യപ്രകാരം ദ്രുതകവനമായി ചൊല്ലിക്കേൾപ്പിച്ചതാണ് കുചേലവൃത്തം എന്നും, വഞ്ചി തിരുവനന്തപുരത്ത് അടുത്തപ്പോഴേക്കും കാവ്യം പൂർത്തിയായി എന്നുമുള്ള ഐതിഹ്യം. കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ് രാമപുരത്തു വാര്യർക്ക് പ്രശസ്തി നേടിക്കൊടുത്തത്. ജയദേവ കൃതിയായ ഗീതാഗോവിന്ദത്തിന്റെ മലയാളം പരിഭാഷയായ ഭാഷാ അഷ്ടപതിയും രാമപുരത്തു വാര്യരുടെ കൃതിയാണ്. വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഭാഷാ അഷ്ടപതി എന്ന കൃതി രചിച്ചതാരാണ്? ഉത്തരം രാമപുരത്തു വാര്യർ തന്നെയാണ്. അതുകൂടാതെ അമരകോശത്തിന് ലഘുഭാഷ എന്ന സംസ്കൃത വ്യാഖ്യാനം രചിച്ചതും, അതുപോലെ നൈഷധം തിരുവാതിരപ്പാട്ട് രചിച്ചതും ആര് തന്നെയാണ്? രാമപുരത്തു വാര്യർ തന്നെയാണ്. നമ്മുടെ പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നോക്കിക്കേ. ഏത് രാജാവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണ് രാമപുരത്തു വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട്? ശരിയായ ഉത്തരം എന്താണ്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് ശരിയായ ഉത്തരം.
അതുപോലെ വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? മിക്കവാറും ചോദിക്കാറുള്ള ചോദ്യമാണ്. ഉത്തരം രാമപുരത്ത് വാര്യര്. അതുപോലെ വഞ്ചിപ്പാട്ട് വൃത്തം ഏതാണ്? നദോന്നതയാണ്. ഓളപ്പരപ്പിലൂടെ വഞ്ചി നീങ്ങുന്ന താളത്തിനനുസരിച്ചുള്ള വൃത്തമാണ് വഞ്ചിപ്പാട്ടിന് കൊടുത്തിരിക്കുന്നത്. ആ വാക്കിന്റെ അർത്ഥം തന്നെ പരിശോധിച്ച് നോക്കൂ. നദം എന്ന് പറഞ്ഞാൽ താഴ്ച, ഉന്നതം എന്ന് പറഞ്ഞാൽ ഉയർച്ച, അല്ലെ? താന്നും പൊങ്ങിയും താന്നും പൊങ്ങിയും താന്നും പൊങ്ങിയും, അങ്ങനെയല്ലേ ഓളപ്പരപ്പിലൂടെ വഞ്ചി പോകുന്നത്? കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ, കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം, ഇങ്ങനെ താന്നും പൊങ്ങിയും അല്ലെ? അങ്ങനെയാണ് ഓളപ്പരപ്പിലൂടെ വഞ്ചി നീങ്ങുന്നത്. അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് വൃത്തത്തിന് ഏത് പേര് കൊടുത്തിരിക്കുന്നത്? നദോന്നത എന്ന പേര് കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു വിപരീത പദവും നമ്മൾ പഠിച്ചു, അല്ലെ? നദം വിപരീതം ഉന്നതം. നദം താഴ്ചയാണ്, ഉന്നതം ഉയർച്ചയാണ്. അതുപോലെ വളരെ പ്രസിദ്ധമായൊരു കാവ്യമാണ്, കാവ്യശകലമാണ്. ഇല്ല ദാരിദ്ര്യാർത്തിയോളം വലുതായിട്ടൊരാർത്തിയും ഇല്ലം വീണ് കുത്തുമാറായത് കണ്ടാലും എന്ന് രാമപുരത്ത് വാര്യര് മാർത്താണ്ഡവർമ്മയോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. തൻ്റെ കഷ്ടതകളൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് തൻ്റെ കൂടെ, അല്ലെ, കൊട്ടാരത്തിലേക്ക് പോന്നോളാൻ, തിരുവനന്തപുരത്തേക്ക് പോന്നോളാൻ രാജാവ് ആവശ്യപ്പെടുന്നത്. അപ്പൊ പറഞ്ഞു വന്നത്, ഈ വരിയുടെ കർത്താവ് ആരാണ്? ഇല്ല ദാരിദ്ര്യാർത്തിയോളം വലുതായിട്ടൊരാർത്തിയും ഇല്ലം വീണ് കുത്തുമാറായത് കണ്ടാലും. രാമപുരത്ത് വാര്യരുടേതാണ് ഈ വരികൾ. ഇതാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന്റെ ഫ്രണ്ട് പേജ് കേട്ടോ, കവർ പേജ് ഇതാണ്. രാമപുരത്ത് വാര്യരാണ് രചിച്ചത് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. ഇനി നമുക്ക് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലേക്ക് വന്നാലോ. വഞ്ചിപ്പാട്ട് അഥവാ ബോട്ട് സോങ് കവിതയുടെ തുടക്കക്കാരനായിട്ട് കണക്കാക്കുന്നത് ആരെയാണ്? രാമപുരത്ത് വാര്യരെയാണ്. ഭാഗവതം ദശമസ്കന്ധത്തിലെ കുചേലോപാഖ്യാനത്തെ ആസ്പദിച്ച് രാമപുരത്ത് വാര്യർ എഴുതിയ പ്രസിദ്ധമായ വഞ്ചിപ്പാട്ടാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. ഭാഗവതം ദശമസ്കന്ധത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള മറ്റൊരു കൃതി നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. ഏതാ? ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ. ഭാഗവതം ദശമസ്കന്ധത്തിൽ നിന്ന് തന്നെയാണ് അതിന്റെ കഥയും എടുത്തിട്ടുള്ളത്. അത് പക്ഷേ ഉദയവർമ്മ കോലത്തിരി രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചതാകട്ടെ മാർത്താണ്ഡവർമ്മ രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ്. വഞ്ചിപ്പാട്ട് എന്ന നിലയിൽ ഈ കൃതി മലയാള സാഹിത്യത്തിലും സാംസ്കാരിക രംഗത്തും നേടിയ പ്രചാരം വിസ്മയാവഹമാണ്, അല്ലെ? ഇപ്പോഴും ഇത് പാടിക്കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, നൂറ്റാണ്ടിന് ശേഷം ഇപ്പോഴും ഇതിന് സാഹിത്യപരമായുള്ള മേന്മയുണ്ടെങ്കിൽ, ഭാഷാപരമായ മേന്മയുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അത് ആ കൃതി ക്ലാസിക് ആണ് എന്നതിന് തെളിവാണ്. ആകെ 698 വരികളാണ് ഈ കൃതിയിലുള്ളത്, അല്ലെ? ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് കേട്ടോ. ആകെ 698 വരികളാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ ഉള്ളത്. മാർത്താണ്ഡവർമ്മയെയും തിരുവനന്തപുരത്തെയും പത്മനാഭസ്വാമി ക്ഷേത്രത്തെയും വർണ്ണിക്കാൻ 96 വരികളും ശ്രീകൃഷ്ണന്റെ അവതാര ലീലകൾ വർണ്ണിക്കാൻ 132 വരികളും വാര്യർ നീക്കിവെക്കുന്നു. അതിനുശേഷമാണ് കുചേലകഥ പ്രതിപാദിക്കുന്നത്. വൈക്കം ക്ഷേത്രത്തിൽ തൊഴാനെത്തിയ മാർത്താണ്ഡവർമ്മയ്ക്ക് തൻ്റെ ദാരിദ്ര്യത്തെ അർത്ഥഗർഭമായി വെളിപ്പെടുത്തിയ രീതിയിൽ രാമപുരത്ത് വാര്യർ സമർപ്പിച്ചതായി കരുതുന്ന മഹീപദേ ഭാഗവതോപമാനം മഹാപുരാണം ഭവനം മധീയം നോക്കുന്നവർക്കൊക്കെ വിരക്തിയുണ്ടാം അർത്ഥങ്ങളില്ലെന്നൊരു ഭേദമുണ്ട് എന്ന ശ്ലോകം ആരുടെ മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു. ഈ ശ്ലോകം വളരെ പ്രസിദ്ധമാണ്. ഈ ശ്ലോകമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശ്ലോകമല്ല, ഇല്ല ദാരിദ്ര്യാർത്തിയോളം, അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുചേലവൃത്തത്തിലാണ് കേട്ടോ. പക്ഷെ ഈ വരികൾ കൃതിയിലേതല്ല. മാർത്താണ്ഡവർമ്മയോട് തൻ്റെ ദയനീയാവസ്ഥ രാമപുരത്ത് വാര്യർ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ വരികളിലൂടെയാണ്. മഹീപദേ ഭാഗവതോപമാനം മഹാപുരാണം ഭവനം മതീയം നോക്കുന്നവർക്കൊക്കെ വിരക്തിയുണ്ടാം അർത്ഥങ്ങളില്ലെന്നൊരു ഭേദമുണ്ട് എന്നാണ് മാർത്താണ്ഡവർമ്മ രാജാവിന്റെ മുന്നിൽ വച്ച് രാമപുരത്ത് വാര്യർ ചൊല്ലിയത്. ഇത് വളരെ പ്രസിദ്ധമായ ശ്ലോകമാണ്. അപ്പൊ നമുക്ക് രാമപുരത്ത് വാര്യരെ കുറിച്ചും കുചേലവൃത്തം വഞ്ചിപ്പാട്ടിനെ കുറിച്ചുമുള്ള വിശേഷങ്ങൾ, നമുക്ക് ആവശ്യമുള്ള വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തത് ഇലഞ്ഞിപ്പൂമണമുള്ള നാട്ടുവഴികൾ എന്ന ഓർമ്മക്കുറിപ്പിലെ, ആരുടെയാണ്? പി സുരേന്ദ്രന്റെ ഓർമ്മക്കുറിപ്പിലെ ഒരു ഭാഗമാണ് 8ാം ക്ലാസ് പാഠപുസ്തകത്തിലെ 2ാമത്തെ അധ്യായം. അപ്പൊ നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് പി സുരേന്ദ്രനെ കുറിച്ചാണ്. പി സുരേന്ദ്രൻ
നോക്കിക്കേ, ഇതാണ് അദ്ദേഹത്തിന്റെ ചിത്രം. ആ പുസ്തകം ഇതാണ്, ഇലഞ്ഞിപ്പൂ മണമുള്ള നാട്ടുവഴികൾ. മലയാളത്തിലെ ഉത്തരാധുനിക ചെറുകഥാകൃത്തുക്കളിൽ ഒരാളാണ് പി സുരേന്ദ്രൻ. അദ്ദേഹത്തിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചെറുകഥാ സമാഹാരമായ ചൈനീസ് മാർക്കറ്റ് എന്ന ചെറുകഥാ സമാഹാരത്തിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ പാപ്പിലിയോ ബുദ്ധ എന്ന വിവാദ ചിത്രത്തിന്റെ തിരക്കഥ രചിക്കാൻ സംവിധായകനൊപ്പം ആരുമുണ്ടായിരുന്നു? നമ്മുടെ പി സുരേന്ദ്രനും ഉണ്ടായിരുന്നു. അതുപോലെ യൂസഫ് അറക്കലിന്റെ കലാജീവിതം പശ്ചാത്തലമാക്കിക്കൊണ്ട്, പ്രമേയമാക്കിക്കൊണ്ട് പി സുരേന്ദ്രൻ രചിച്ച കൃതിയാണ് വെളിച്ചത്തിന്റെ പര്യായങ്ങൾ. അദ്ദേഹത്തിന്റെ ചെറുകഥാ സമാഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. പിരിയൻ ഗോവണി, ഭൂമിയുടെ നിലവിളി, ഹരിത വിദ്യാലയം, കറുത്ത പ്രാർത്ഥനകൾ, അഭയാർത്ഥികളുടെ പൂന്തോട്ടം, ജലസന്ധി, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ചെറുകഥാ സമാഹാരങ്ങളാണ്. അദ്ദേഹത്തിന്റെ നോവലുകൾ നോക്കിക്കേ. മഹായാനം, സാമൂഹ്യപാഠം, മായാപുരാണം, കാവേരിയുടെ പുരുഷൻ, ഗ്രീഷ്മമാപിനി, ജൈവം, ശൂന്യമനുഷ്യൻ, ഇതൊക്കെ പി സുരേന്ദ്രന്റെ നോവലുകളാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം രചിച്ച കൃതിയാണ് 1921 പോരാളികൾ വരച്ച ദേശഭൂപടങ്ങൾ. എന്താണ് ആ കൃതിയുടെ പ്രത്യേകത? 1921 മലബാർ കലാപത്തിന്റെ ദേശങ്ങളിലൂടെയുള്ള യാത്രയാണ് ഈ പുസ്തകം. കലാപത്തിന് 1 നൂറ്റാണ്ട് തികയുമ്പോൾ ശ്രേഷ്ഠതകൾ, ശേഷിപ്പുകൾ അന്വേഷിക്കുകയാണ് ഈ യാത്രികൻ. കൂട്ടക്കുരുതികൾക്കും പലായനങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ദേശങ്ങളുടെ നിലവിളികളും അതുപോലെ മർമ്മരങ്ങളും ഈ പുസ്തകത്തിൽ നിന്ന് വായനക്കാർക്ക് കേൾക്കാം. നാടുകടത്തപ്പെട്ടവരും കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ടവരും തൂക്കിലേറ്റപ്പെട്ടവരുമായ പോരാളികളുടെ ജീവിതം ഈ പുസ്തകത്തിൽ നിന്ന് അറിയാം. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിലൂടെ മലബാറിന്റെ ചരിത്രം മാറ്റി എഴുതിയ ദേശങ്ങളുടെ ചരിത്രവും വർത്തമാനവും ഇഴചേർന്ന് നിൽക്കുന്ന പുസ്തകം കൂടിയാണ് പി സുരേന്ദ്രൻ രചിച്ച പോരാളികൾ വരച്ച ദേശഭൂപടങ്ങൾ എന്നത്. യാത്രാവിവരണത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച എഴുത്തുകാരന്റെ അതീവ ശ്രദ്ധേയമായ രചനയാണിത്. അതിതീവ്രമായ വൈകാരിക മുഹൂർത്തങ്ങൾ കൊണ്ട് സമ്പന്നമായ യാത്രാപുസ്തകം ആണ് ഇത് എന്ന് ആമുഖമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് ചോദ്യം വരാം. 1921 പോരാളികൾ വരച്ച ദേശഭൂപടങ്ങൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ഉത്തരം പി സുരേന്ദ്രനാണ്. അല്ലെങ്കിൽ ചോദിക്കാം, പി സുരേന്ദ്രൻ മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ രചിച്ചിട്ടുള്ള കൃതി ഏത്? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത എഴുത്തുകാരനിലേക്ക് കടക്കാം. ആരാണ്? ചിരിയും ചിന്തയും എന്ന പാഠഭാഗം പഠിക്കാനുണ്ട്. രചിച്ചത് EV കൃഷ്ണപിള്ളയാണ്. ഇതാണ് EV കൃഷ്ണപിള്ള. അദ്ദേഹത്തിന്റെ സവിശേഷതകളൊന്ന് പരിശോധിക്കാം. മലയാളത്തിലെ പ്രശസ്ത ഹാസ്യ സാഹിത്യകാരനും പത്രാധിപരും നോവലിസ്റ്റും ചെറുകഥാകൃത്തും നാടകകൃത്തും ബാലസാഹിത്യകാരനുമായിരുന്നു EV കൃഷ്ണപിള്ള. ഒരുപാട് മേഖലകളിൽ തൂലിക ചലിപ്പിച്ച് വിജയിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്ന് ചുരുക്കം. അദ്ദേഹത്തിന്റെ നോവലുകൾ ഏതൊക്കെയാണ്? ബാഷ്പവർഷം, ആരുടെ കൈ, തോരാത്ത കണ്ണുനീർ എന്നിവ അദ്ദേഹത്തിന്റെ നോവലുകളാണ്. 4 ഭാഗങ്ങളായി എഴുതിയിട്ടുള്ള കേളി സൗധം അദ്ദേഹത്തിന്റെ ചെറുകഥാ സമാഹാരമാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ജീവിത സ്മരണകൾ എന്നാണ്. എൻ്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? അത് മന്നത്തു പത്മനാഭനാണ്. എൻ്റെ കാവ്യലോക സ്മരണകൾ എന്ന ആത്മകഥ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റേതാണ്. ഇത് ജീവിത സ്മരണകൾ എന്ന ആത്മകഥ എഴുതിയത് EV കൃഷ്ണപിള്ളയാണ്. അദ്ദേഹം നാടകം, സാഹിത്യ പ്രബന്ധങ്ങൾ എന്നീ വകുപ്പിൽപ്പെടുത്താവുന്ന അദ്ദേഹത്തിന്റെ രചനകൾ നോക്കിക്കേ. സീതാലക്ഷ്മി, രാജ കേശവദാസൻ, കുറുപ്പിന്റെ ഡെയിലി, വിവാഹ കമ്മട്ടം, ഇരവിക്കുട്ടിപ്പിള്ള, രാമരാജാഭിഷേകം, BA മായാവി, പെണ്ണരശ് നാട്, പ്രണയ കമ്മീഷൻ, കള്ളപ്രമാണം, തിലോത്തമ, വിസ്മൃതി, മായാമനുഷ്യൻ, കവിതക്കേസ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ രചനകളാണ്. അദ്ദേഹത്തിന്റെ ഹാസ്യകൃതികൾ
MLC കഥകൾ ഒരു പഴയ LDC ചോദ്യപേപ്പറിൽ കണ്ട ചോദ്യമാണ്. MLC കഥകളിലൂടെ പ്രസിദ്ധനായ സാഹിത്യകാരനാര്? ഉത്തരം EV കൃഷ്ണപിള്ളയാണ്. MLC കഥകൾ എന്താണ് ഈ MLC? മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അദ്ദേഹം അവിടെ അംഗമായിരുന്നു. അപ്പോൾ നേരിട്ട് അദ്ദേഹത്തിന് ലഭിച്ച അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രചിച്ചിട്ടുള്ള കഥകളാണ് ആ സമാഹാരത്തിൽ കാണാനാകുക. അങ്ങനെ MLC കഥകളിലൂടെ പ്രസിദ്ധനായ സാഹിത്യകാരൻ EV കൃഷ്ണപിള്ള. പിന്നെ അണ്ടിക്കോയ, പോലീസ് രാമായണം, EV കഥകൾ, ചിരിയും ചിന്തയും, 2 ഭാഗങ്ങളായി എഴുതിയിട്ടുള്ള ചിരിയും ചിന്തയും, അതിൽ നിന്നാണ് പാഠഭാഗത്തിലെ അധ്യായം പഠിക്കാനുള്ളത്. പിന്നെ രസികൻ, തൂലികാ ചിത്രങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഹാസ്യകൃതികളാണ്. പിന്നെ ബാലസാഹിത്യ കൃതികളും രചിച്ചിട്ടുണ്ട്. ഗുരുസമക്ഷം, ഭാസ്കരൻ, ബാലലീല, ഗുണപാഠങ്ങൾ, ശുഭചര്യ, സുഖജീവിതം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ബാലസാഹിത്യ കൃതികളാണ്. അടുത്ത യൂണിറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. യൂണിറ്റ് 2 വായിക്കുന്നു ഭൂമിക്ക് വർണ്ണങ്ങൾ. അങ്ങനെയാണ് രണ്ടാമത്തെ അധ്യായത്തിന്റെ പേര്. അതിൽ തന്നെ രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര്. അതിൽ തന്നെ 3 അധ്യായങ്ങൾ പഠിക്കാനുണ്ട്. VT ഭട്ടതിരിപ്പാടിന്റെ വെടിവട്ടം എന്ന ഓർമ്മക്കുറിപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള പൂക്കളും ആണ്ടർതികളും, അതുപോലെ പ്രകോപനങ്ങളുടെ പുസ്തകം എന്ന KP അപ്പന്റെ നിരൂപണ കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള കാർമുകിലിന് ഗദ്യത്തിൽ ഒരു അർച്ചനാഗീതം, അതുകൂടാതെ ചേലപ്പറമ്പ് നമ്പൂതിരിയുടെയും നാലപ്പാട്ട് നാരായണ മേനോന്റെയും മുക്തകങ്ങൾ കൂടി രണ്ടാമത്തെ യൂണിറ്റിൽ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് VT ഭട്ടതിരിപ്പാടിൽ നിന്ന് ആരംഭിക്കാം. VT ഭട്ടതിരിപ്പാട് വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥ ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. കണ്ണീരും കിനാവും എന്ന ആത്മകഥ രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. വെള്ളത്തിരുത്തിത്താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്ന VT ഭട്ടതിരിപ്പാട്. സാമൂഹിക നവോത്ഥാന നായകൻ എന്ന പേരിലും അല്ലെങ്കിൽ എന്ന നിലയിലും അദ്ദേഹം പ്രസിദ്ധനാണ്. കേരള ചരിത്രത്തിലും അതുപോലെ നവോത്ഥാന നായകരിലും നമ്മൾ VT ഭട്ടതിരിപ്പാടിനെ പരിചയപ്പെടും. മേഴത്തൂർക്കാരനായ ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് വെള്ളത്തിരുത്തിത്താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്ന VT ഭട്ടതിരിപ്പാട്. ഒഴുക്കിനെതിരെ നീന്തിയ അദ്ദേഹം സമൂഹത്തിൽ, നമ്പൂതിരി സമുദായത്തിൽ വിശേഷിച്ചും അന്ന് ഉറച്ച വിശ്വാസം നേടിയിരുന്ന കാലഹരണപ്പെട്ട പഴയ അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ആദർശത്തോട് ആദരവ് തോന്നാനും SNDP യോഗം എന്ന സംഘടനയോട് അടുപ്പം തോന്നാനും പിൽക്കാലത്ത് ഇടയായി. ഈഴവരുടെ പൊതുയോഗങ്ങളിൽ അദ്ദേഹം പങ്കുകൊള്ളുകയും അവരുടെ വീടുകളിൽ നിന്ന് സഹഭോജനം നടത്തുകയും ചെയ്തു. ഇന്ന് അതൊരു സംഭവമേ അല്ല, പക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇത് സംഭവിച്ചപ്പോൾ അത് വലിയൊരു സംഭവം തന്നെയായിരുന്നു. മിശ്രഭോജനം, മിശ്രവിവാഹം എന്നീ വിപ്ലവാശയങ്ങൾ അദ്ദേഹത്തിൽ കടന്നുകൂടിയതും ഈ കാലത്ത് തന്നെ. 1931 അദ്ദേഹം കേരളത്തിന്റെ വടക്കേ അറ്റം വരെ ഒരു യാചനായാത്ര നടത്തി. തൃശ്ശൂരിലെ നമ്പൂതിരി മഠത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ധനശേഖരണാർത്ഥം നടത്തിയതായിരുന്നു ആ യാത്ര. ഇതൊക്കെ നവോത്ഥാന ചരിത്രത്തിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ടല്ലേ. VTയെ സംബന്ധിച്ചിടത്തോളം ധനശേഖരണത്തിലുപരി ഒരു ആധ്യാത്മിക വിപ്ലവമായിരുന്നു ഉദ്ദേശ്യം. ഒരു മഹത്തായ സന്ദേശത്തിന്റെ പ്രചരണമാണ് അദ്ദേഹം അതുകൊണ്ട് സാധിച്ചത്. ജാതി വ്യവസ്ഥയിൽ ഭട്ടതിരിയിൽ നിന്ന് അകലെ നിൽക്കുന്നവരാണ് തീയാടി നമ്പ്യാന്മാർ. അവർക്ക് പോലും ലഭ്യമായിരുന്ന വിദ്യാഭ്യാസം ഒരു അപ്പന്, ആരാണ് അപ്പൻ? ഒരു കാർന്നോരുടെ രണ്ടാമത്തെ മകനാണ് അപ്പൻ. അപ്പന് പലതും കിട്ടാക്കനിയായിരുന്നു. വിവാഹം അപ്പന്മാർക്കില്ലായിരുന്നു. പിന്നെയോ സംബന്ധങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കണ്ണീരും കിനാവും എന്ന ആത്മകഥയിൽ അത് അദ്ദേഹം വളരെ ഹൃദയസ്പർശിയായി തന്നെ അത് വിവരിക്കുന്നുണ്ട്. പിന്നെ കണ്ണീരും കിനാവും എന്ന ആത്മകഥയിലെ വളരെ പ്രസിദ്ധമായ ഒരു ഭാഗം ഇവിടെ ചേർക്കുകയാണ്. അയ്യപ്പൻകാവിലെ അന്തരീക്ഷത്തിൽ തീയാടി പെൺകുട്ടി കൊളുത്തി തന്ന കടാവിളക്കാണ് പിൽക്കാല ജീവിതത്തിലേക്ക് മാർഗനിർദ്ദേശം നൽകിയ മഹാജ്യോതിസ് എന്നോർക്കുമ്പോൾ കൃതജ്ഞത കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോകുന്നു എന്ന് അദ്ദേഹം രചിച്ചിട്ടുള്ളതും ഇവിടെ തന്നെയാണ്, ആത്മകഥയായ കണ്ണീരും കിനാവും എന്ന കൃതിയിൽ തന്നെ. അതുപോലെ VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രസിദ്ധമായൊരു നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലെ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ബ്രാഹ്മണ സമൂഹത്തിലെ പ്രത്യേകിച്ച് അന്തർജനങ്ങൾക്ക് എതിരെ
അരങ്ങേറിയിരുന്ന അനാചാരങ്ങളെ പുറത്തു കാട്ടിയ നാടകം 1929 VT ഭട്ടതിരിപ്പാട് രചിച്ചത്. കേരള നവോത്ഥാന പ്രസ്ഥാനത്തിന് വലിയ സംഭാവനകളാണ് ഈ നാടകം നൽകിയത്. അല്ലെ, അന്തർജനങ്ങളുടെ ജീവിതം ഇത്രയും പരിതാപകരമായിരുന്നു എന്ന വിവരം നമ്മൾ അറിയുന്നത്, പുറം ലോകം അറിയുന്നത് എന്തിലൂടെയാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിലൂടെയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം, ഇത് ആദ്യമായി അരങ്ങേറിയത് എവിടെയാണ്, അല്ലെങ്കിൽ ഏത് ഡേറ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. 1929 ഡിസംബർ 24 യോഗക്ഷേമ സഭയുടെ 22ാം വാർഷികത്തിൽ തൃശ്ശൂരിൽ എടക്കുന്നിയിലായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ ആദ്യത്തെ അവതരണം. ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അടുത്തത് ഒരു നിരൂപകനാണ്. KP അപ്പൻ എന്ന നിരൂപകനിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ടി പത്മനാഭന്റെ ഗൗരി എന്ന ചെറുകഥയെക്കുറിച്ച് പ്രണയത്തിന്റെ അധര സിന്ദൂരം കൊണ്ട് എഴുതിയ കഥ എന്ന് വിശേഷിപ്പിച്ചത് KP അപ്പനാണ്. വളരെ പ്രസിദ്ധമാണ് ആ വിശേഷണം, അതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഉത്തരാധുനിക നിരൂപകരിൽ ഏറെ ശ്രദ്ധേയനായിരുന്ന KP അപ്പനിലേക്ക്. മലയാള സാഹിത്യത്തിൽ 70കളിൽ ഉണ്ടായ ആധുനികതാ പ്രസ്ഥാനം അഥവാ മോഡേണിസം, അതിന് ദിശാബോധം നൽകുകയും ഭാവുകത്വ പരിണാമത്തിന് സൈദ്ധാന്തിക ഭൂമിക ഒരുക്കുകയും ചെയ്ത നിരൂപകനാണ് KP അപ്പൻ. അദ്ദേഹത്തിന്റെ ആദ്യ ലേഖന സമാഹാരം ഏതാണ്? 1972 പ്രസിദ്ധീകരിച്ച ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷമാണ്. ഈ നിരൂപണ കൃതിയിലൂടെയാണ് അദ്ദേഹം നിരൂപകരുടെ ഇടയിൽ ശ്രദ്ധ നേടാൻ തുടങ്ങിയത്. അപ്പന്റെ പിൽക്കാല രചനകളിൽ ഒന്നായ മധുരം നിന്റെ ജീവിതം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. യേശുവിന്റെ അമ്മയായ മറിയത്തെക്കുറിച്ചാണ് മധുരം നിന്റെ ജീവിതം. മലയാളത്തിലെ ആദ്യത്തെ മേരി വിജ്ഞാനീയ ഗ്രന്ഥം അഥവാ മേരിയോളജി എന്ന് ഈ പുസ്തകം വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കൃതിയുടെ പേരിൽ അപ്പന് മരണശേഷം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഉത്തരാധുനികത, ചരിത്രവും വംശാവലിയും എന്ന കൃതി, വളരെ പ്രധാനപ്പെട്ടത്. ഇനി നമുക്ക് കടക്കാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളിലേക്ക്. ഏതൊക്കെയാണ്? ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷത്തിൽ നിന്ന് ആരംഭിക്കുന്നു. പിന്നെയോ പ്രകോപനങ്ങളുടെ പുസ്തകം, കലഹവും വിശ്വാസവും, മലയാള ഭാവന, മൂല്യങ്ങളും സംഘർഷങ്ങളും, വരകളും വർണ്ണങ്ങളും, ബൈബിൾ, വെളിച്ചത്തിന്റെ കവചം, കലാപം, വിവാദം, വിലയിരുത്തൽ, അതുപോലെ സമയപ്രവാഹവും സാഹിത്യകലയും, കഥ, ആഖ്യാനവും അനുഭവസത്തയും, ഉത്തരാധുനികത, വർത്തമാനവും വംശാവലിയും, ഇന്നലകളിലെ അന്വേഷണ പരിശോധനകൾ, വിവേകശാലിയായ വായനക്കാരൻ, രോഗവും സാഹിത്യഭാവനയും, അതുപോലെ ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു, സ്വർഗം തീർന്നു പോകുന്നു, നരകം നിലനിൽക്കുന്നു, തിരസ്കാരം, മാറുന്ന മലയാള നോവൽ, പേനയുടെ സമരമുഖങ്ങൾ, മധുരം നിന്റെ ജീവിതം, അഭിമുഖ സംഭാഷണങ്ങൾ, ചരിത്രത്തെ നിങ്ങൾക്കൊപ്പം കൂട്ടുക, ഫിക്ഷന്റെ അവതാര ലീലകൾ. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ നിരൂപണം എന്ന വകുപ്പിൽപ്പെടുത്താവുന്ന പ്രധാനപ്പെട്ട കൃതികൾ. ഓക്കെ, അടുത്ത വ്യക്തിയിലേക്ക് നമ്മുടെ മുക്തകങ്ങൾ, 2 മുക്തകങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിൽ ചേലപ്പറമ്പ് നമ്പൂതിരിയുടെ മുക്തകമാണ് ആദ്യം പഠിക്കാനുള്ളത്. ആ മുക്തകം ഒടുവിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ചേലപ്പറമ്പ് നമ്പൂതിരിയെ നോക്കാം. 1690 1780 ഇടയ്ക്കാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചിത്രം ലഭ്യമല്ല. കോഴിക്കോടിനടുത്ത് ചാലിയമാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്ന് കരുതുന്നു. മുക്തക രചനയിലാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന സംഭാവനകൾ. മുക്തകം എന്താണ് എന്നൊരു ഉദാഹരണം കാണുമ്പോൾ മനസ്സിലാകും. അതുകൂടാതെ ഇദ്ദേഹം എഴുതിയ ഒരു ആട്ടക്കഥയുണ്ട്, പാട്ടുണ്ണി ചരിതം. ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. പാട്ടുണ്ണി ചരിതം എന്ന ആട്ടക്കഥ രചിച്ചത് ആരാ? ചേലപ്പറമ്പനാണ് കേട്ടോ. ചേലപ്പറമ്പ് നമ്പൂതിരിയാണ്. പച്ചമലയാള പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട കവിയായിരുന്നു ചേലപ്പറമ്പ് നമ്പൂതിരി. സംസ്കൃതത്തിലും മലയാളത്തിലുമുള്ള കുറെ മുക്തകങ്ങളല്ലാതെ പൂർണ്ണകൃതികൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. പിന്നെ താൽക്കാലിക ശ്ലോകങ്ങൾ, അതും അലസതയും നിസ്വതയും തുളുമ്പുന്ന സരസമായ ഒറ്റ ശ്ലോകങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംഭാവനകൾ. അദ്ദേഹത്തിന്റെ മുക്തകം ഇതാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള മുക്തകം ഇതാണ്. പാടത്തിൻകര നീളെ നീല നിറമായി വേലിക്കൊരാഘോഷമായി
ആടിത്തൂങ്ങി അലഞ്ഞുലഞ്ഞു സുഹൃതം കൈക്കൊണ്ട് നിൽക്കും വിധൗ വാടാതെ വരികന്റെ കയ്യിൽ അധുന പീയൂഷ ഡംബത്തെയും ഭേദിച്ചൻപൊട് കയ്പവല്ലി തരസാ പെറ്റുള്ള പൈതങ്ങളെ എന്ന മുക്തകം 8ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. ഇതാണ് മുക്തകം. പ്രത്യേകിച്ച് പേരൊന്നും ഉണ്ടാകില്ല. അതായത് പാഠവരമ്പിലൂടെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പെണ്ണ് കറ്റയുമായിട്ട് വരുന്നത് കണ്ടിട്ടാണ് എന്തു പറയുന്നത്, ഈ ഒരു മുക്തകം ചൊല്ലിയിരിക്കുന്നത്. ലഘുകാവ്യത്തെയാണ് മുക്തകം എന്ന് വിളിക്കുന്നത്. ഒരു നിമിഷ നേരം കൊണ്ട് കവിയുടെ ഉള്ളിൽ സ്ഫുരിച്ച വികാരത്തെ പ്രദർശിപ്പിക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് എന്തിനുള്ളത്, മുക്തകങ്ങൾക്കുള്ളത്. അല്ലാതെ അഗാധമായ ജീവിത ദർശനങ്ങളോ തത്വചിന്തകളോ എവിടെ കാണില്ല, മുക്തകങ്ങളിൽ കാണില്ല. പിന്നെ അടുത്ത മുക്തകം നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ 8ാം ക്ലാസ്സുകാർക്ക് പഠിക്കാനുള്ളത് നാലപ്പാട്ട് നാരായണ മേനോന്റെ മുക്തകമാണ്. മുക്തകം എന്ന മേഖലയിൽ മാത്രമല്ല നാലപ്പാട്ട് നാരായണ മേനോന്റെ സംഭാവന എന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. പ്രശസ്തനായ ഒരു മലയാള സാഹിത്യകാരനായിരുന്നു നാലപ്പാട്ട് നാരായണ മേനോൻ. അദ്ദേഹത്തിന്റെ മേഖലകളൊന്ന് നോക്കണേ. വിവർത്തനം, കവിതാരചന, ഇത് രണ്ടും അദ്ദേഹത്തിന്റെ മേഖലകളാണ്. മലയാള കവിതയിലെ ഭാവഗീത പ്രസ്ഥാനത്തെ വികസിപ്പിച്ചതിൽ നാലപ്പാട്ട് നാരായണ മേനോൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മനുഷ്യാവസ്ഥകളുടെ മിക്കവാറും മേഖലകളിലും അദ്ദേഹം രചനകൾ നടത്തി. ഓരോ വിഷയത്തിലും ഓരോ പുസ്തകമേ എഴുതിയിട്ടുള്ളൂ. എങ്കിലും എഴുതിയവയൊക്കെ എന്തായിരുന്നു, ബൃഹത് ഗ്രന്ഥങ്ങൾ തന്നെയായിരുന്നു. ഏതാണ് ആദ്യം ഓർമ്മ വരുന്നത്? പാവങ്ങളാണ്. പക്ഷെ ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്നത് കണ്ണുനീർത്തുള്ളിയാണ്. കണ്ണുനീർത്തുള്ളിയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പാവങ്ങളിലേക്ക് വരാം. സഹധർമ്മിണിയുടെ മരണത്തിൽ ദുഃഖം പ്രകടിപ്പിച്ച് നാലപ്പാട്ട് നാരായണ മേനോൻ രചിച്ച വിലാപകാവ്യമാണ് കണ്ണുനീർത്തുള്ളി. മലയാളത്തിലെ ഏറ്റവും മികച്ച വിലാപകാവ്യമായിട്ട് ഇന്നും കണ്ണുനീർത്തുള്ളി നിലകൊള്ളുന്നു. അതുപോലെ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ, അല്ലെ, ഫ്രഞ്ച് നോവലായ ലേ മിസറബിൾസ്, അതിന്റെ മലയാള പരിഭാഷയാണേത്, പാവങ്ങൾ. ജീൻ വാൽജീൻ കേന്ദ്ര കഥാപാത്രമാകുന്ന പാവങ്ങൾ എന്ന നോവൽ, അല്ലെ, അത് 1925 നാലപ്പാട്ട് നാരായണ മേനോൻ പാവങ്ങൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. മലയാള വിവർത്തന രംഗത്തെ മഹാസംഭവമായിരുന്ന ഈ വിവർത്തനം മലയാള ഗദ്യശൈലിയെ കാര്യമായി സ്വാധീനിച്ച ഒന്നായി വിലയിരുത്തപ്പെടുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥത്തിന്റെ പേര് രതി സാമ്രാജ്യം എന്നാണ്. രതി സാമ്രാജ്യം ലൈംഗികതയെ അശ്ലീലതയായി മാത്രം കാണുന്ന സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി ആരോഗ്യകരമായ ലൈംഗിക വീക്ഷണം സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ രതി സാമ്രാജ്യത്തിന്റെ രചനയിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ്. മലയാളിയുടെ കപട സദാചാരബോധത്തെയും വികലമായ ലൈംഗിക ധാരണകളെയും തിരുത്തിയ ആദ്യത്തെ ലൈംഗിക വിജ്ഞാന കൃതിയാണ് രതി സാമ്രാജ്യം. ഭാരതീയവും വൈദേശികവുമായ ലൈംഗിക വിജ്ഞാനത്തിന്റെ മഹാശേഖരത്തിൽ നിന്നും സ്വാംശീകരിച്ച നിരീക്ഷണങ്ങൾ ഇതിൻ്റെ ഈടുവയ്പ്പുകളാണ്. ലൈംഗിക വിഷയങ്ങളെക്കുറിച്ച് ഇന്നുവരെ മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ കൃതികളിലും വച്ച് മേന്മയാർന്നത് നാലപ്പാട്ട് നാരായണ മേനോന്റെ രതി സാമ്രാജ്യമാണ് എന്ന് നിസ്സംശയം പറയാം. ഒരുപക്ഷെ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ വിവർത്തനം ചെയ്തത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതുപോലെ കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യം രചിച്ച നാലപ്പാടിനെ ഒരുപക്ഷെ നമുക്കറിയാമായിരിക്കും. ഇത് അധികം ചർച്ച ചെയ്യാൻ ഇടയില്ല. രതി സാമ്രാജ്യം എന്ന കൃതി രചിച്ചതും ആര് തന്നെയാണ്? നാലപ്പാട്ട് നാരായണ മേനോൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ മുക്തകം, 8ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള മുക്തകം ഇതാണ്. ആരാമത്തിൽ കുളിർക്കൽത്തറയിൽ അരജർ വന്നാചരിക്കുന്ന ലീലോദാരം അനർഘോപചാരാൽ വളരുമൊരഴകേറുന്ന പൂവല്ലിതാനും ആരാരും നോക്കിടാതെ മതിൽ വിടവിൽ മുളച്ചുന്തി എത്തിച്ചു നോക്കാൻ പോരാ പാഴ്വള്ളി നീയും പുണരുമീ നികരങ്ങൾക്ക് തുല്യോത്സവങ്ങൾ എന്ന മുക്തകം 8ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. ആരാമത്തിൽ കുളിർക്കൽത്തറയിൽ അരജർ വന്നാചരിക്കുന്ന ലീലോധാരനർക്കുപചാരാൽ വളരുമൊരഴകേറുന്ന പൂവല്ലിതാനും ആരാരും നോക്കിടാതെ മതിൽ വിടവിൽ മുളച്ചുന്തിയെത്തിച്ചു നോക്കാൻ പോരാ പാഴ്വള്ളി നീയും പുണരുമീ നികരങ്ങൾക്ക് തുല്യോത്സവങ്ങൾ എന്നാണ് അദ്ദേഹത്തിന്റെ മുക്തകം. അപ്പോ പാഠഭാഗത്തെക്കുറിച്ചും, അല്ലെ, 1ഉം 2ഉം യൂണിറ്റ് ആണ്, അല്ലെ, മലയാള പാഠപുസ്തകത്തിലെ 8ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ 1ഉം 2ഉം യൂണിറ്റിൽ
നമുക്ക് അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ടുള്ള എഴുത്തുകാരെയാണ് നമ്മൾ ഈ അധ്യായത്തിൽ പരിചയപ്പെട്ടത്. വരും ക്ലാസ്സുകളിൽ ബാക്കി എഴുത്തുകാരെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞു പോകുന്ന ഭാഗങ്ങൾ കുറിച്ചു വയ്ക്കുക, തീർച്ചയായും പ്രയോജനപ്പെടും. പരീക്ഷയ്ക്ക് ഈ ഭാഗത്തു നിന്ന് മുൻപ് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ചോദ്യങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഈ പുതിയ സീരീസിന്റെ 1ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.